തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം വീണ്ടും കാൽപന്തുകളിയിലെ രാജാക്കന്മാരുടെ കളിക്ക് സാക്ഷ്യം വഹിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മീഡിയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ കളിക്ക് ശേഷമാണ് കേരളത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ്റെയും ജോപോൾ അഞ്ചേരിയുടെയും ടീമുകൾ ഏറ്റുമുട്ടിയത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫിയിൽ മുത്തം വെച്ചതിൻ്റെ സുവർണ ജൂബിലിയായിരുന്നു ഈ കളിയെന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. IM വിജയൻ ടീമിൻ്റെ 2 ഗോളുകളും വിജയൻ്റെ പാദസ്പർശമേറ്റ ഗോളുകളായിരുന്നെങ്കിൽ ജോപോൾ ടീമിൻ്റെ ഗോളുകൾ മുൻ കേരള ക്യാപ്റ്റൻ ജയകുമാറും സുരേഷ് കുമാറുമാണ് നേടിയത്. 2 ടീമുകളും 2 ഗോൾ വീതം നേടി. ആദ്യ ഗോൾ നേടിയത് IM വിജയൻ തന്നെയായിരുന്നു. പിന്നെ ജോപോൾ ടീം 2 ഗോൾ മടക്കി. കളിയുടെ അവസാന നിമിഷങ്ങളിൽ IM വിജയൻ ടീം 2ാമത്തെ ഗോളും മടക്കി. സന്തോഷ് ട്രോഫിയിലും ഇന്ത്യൻ ടീമിലും കളിക്കാരായിരുന്ന താരങ്ങളാണ് ഗതകാല സ്മരണകൾ അയവിറക്കി ബൂട്ട്സ് അണിഞ്ഞത്. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഫുട്ബോൾ വസന്തത്തിന് വഴിയൊരുക്കി കാണികളെ ആവേശം കൊള്ളിച്ച ഫുട്ബോൾ രാജാക്കന്മാർ വീണ്ടും ജേഴ്സി അണിഞ്ഞപ്പോൾ അത് കൺകുളിർക്കെ കാണാൻ നിരവധി പേരെത്തി. IM വിജയൻ്റെ ടീമിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ U ഷറഫ് അലി, കുരികേഷ് മാത്യു, KT ചാക്കോ, PP തോബിയാസ് എന്നിവർ അണിനിരുന്നപ്പോൾ ജോപോൾ അഞ്ചേരിയുടെ ടീമിൽ ജിജു ജേക്കബ്, അപ്പുക്കുട്ടൻ, BP ഷാജി, ഇഗ്നേഷ്യസ്, സുരേഷ് കുമാർ, എബിൻ റോസ്, ശ്രീഹർഷൻ, ജോബി, ജയകുമാർ എന്നിവരും അണിനിരന്നു. മീഡിയ ഫുട്ബോൾ ലീഗിൽ കേരള കൗമുദിയാണ് ട്രോഫി നേടിയത്. അവർ അമൃത ടീമിനെ എതിരില്ലാത്ത 5 ഗോളിന് തോൽപ്പിച്ചു. മുൻ കായിക മന്ത്രി M വിജയകുമാർ, മുൻ MP പന്ന്യൻ രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഇരുവരും കിംസ് ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ സഹദുള്ളയും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള കൗമുദിക്കും അമൃത ടീമിനുമുള്ള കപ്പുകൾ IM വിജയനും ജോപോൾ അഞ്ചേരിയും ചേർന്ന് സമ്മാനിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ, സെക്രട്ടറി KN സാനു, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രാനന്ദ് എന്നിവരും പങ്കെടുത്തു. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ME പ്രദീപിന് ഫുട്ബോൾ താരങ്ങൾ ഓർമ്മപ്പൂക്കൾ സമർപ്പിച്ചു. ദേശാഭിമാനി ബ്യൂറോ ചീഫ് ദിനേശ് വർമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.